നമസ്കാരം. അന്തിച്ചർച്ച ആരംഭിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നുമായില്ലെങ്കിലും രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ അണിയറ യോഗങ്ങളിൽ പലപ്പോഴും ചർച്ചയാവുന്നത് ഈ പ്രചരണ തന്ത്രങ്ങളും അടിയൊഴുക്കുകളുടെ സാധ്യതകളും അടക്കമുള്ള പുതിയ രാഷ്ട്രീയ വിഷയങ്ങളാണ്. കേരളം എന്ന സംസ്ഥാനത്തേക്ക് വരുമ്പോഴും ചിത്രവും അതുതന്നെ. മൂന്ന് മുന്നണികളും, ഇടതുമുന്നണിയും UDF-ഉം BJP-യും അവരുടെ ക്യാമ്പുകളിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. ഇനിയുള്ള ഓരോ ദിവസവും മാറിമറിയുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റത്തെ സ്വാധീനം ചെലുത്താൻ കഴിയും. പ്രചരണ തന്ത്രങ്ങൾ എന്തൊക്കെ, സ്വാധീനിക്കുന്ന അടിയൊഴുക്കുകൾ എന്തൊക്കെ, സംസ്ഥാനത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ എന്താണ്? അന്തിച്ചർച്ച വിശദമായി വിലയിരുത്തുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അതേ തരത്തിലുള്ള പ്രതിഫലനം പൊതുവിൽ എല്ലായിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നവകേരള സദസ്സ് വിവാദങ്ങളും തുടർന്ന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ MD വാസുദേവൻ നായരുടെ വിമർശനവും അടക്കമുള്ള വിവാദങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി വരുന്ന ഓരോ വിവാദങ്ങൾക്കും പൊതുസമൂഹത്തിലും തെരഞ്ഞെടുപ്പിലും അങ്ങേയറ്റത്തെ സ്വാധീനം ചെലുത്താനുമുണ്ട്. ആദ്യം നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ എന്ന മുന്നണി നിലവിൽ വന്നു കഴിഞ്ഞു. BJP-യെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ മുന്നണി അവരുടെ സാധ്യതകൾ വിലയിരുത്തുകയാണ്. അതേസമയം പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പലയിടങ്ങളിലൂടെ സന്ദർശനം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വിശാലാർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. ന്യൂസ് 18 ഡെസ്കിൽ ഇന്ന് ഈ അന്തിച്ചർച്ചയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഞങ്ങൾ വിശദമായി തന്നെ വിലയിരുത്തുകയാണ്. ഓരോരുത്തരുടെയും അഭിപ്രായം അറിയാം. മനു, ദേശീയ സാഹചര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇന്ത്യ എന്നൊരു മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ അത്തരമൊരു സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. BJP അതേസമയം പ്രധാനമന്ത്രി തന്നെയാണ് അവരുടെ കരുത്ത്, അവരുടെ പ്രധാന ഐക്കൺ. ഈ സാധ്യതകൾ, ഈ ചർച്ചകൾ, മുന്നണികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാവും അല്ലേ? അതെ, സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരുപക്ഷെ കോൺഗ്രസ് ആരംഭിച്ച അവരുടെ ഭാരത് ജോഡോ യാത്ര കൊണ്ടാണ്. രണ്ടാമത്തെ യാത്രയ്ക്ക് അവർ തയ്യാറെടുക്കുന്നു. BJP ആകട്ടെ ഈ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ നടന്നത് അവിടുന്ന് തൊട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇനിയിപ്പോൾ വരുന്നത് ഇതിൻ്റെ താഴെ തട്ടിലുള്ള വളരെ കൃത്യമായ ഒരുക്കങ്ങളിലേക്കാണ്. ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുക, വോട്ടർ പട്ടികയിൽ ആളെ ചേർത്തുക, പുതിയ തെരഞ്ഞെടുപ്പ് പ്രചരണ കാര്യങ്ങൾ എന്ത് വേണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് BJP കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെമി ഫൈനൽ എന്നാണല്ലോ നാം പറഞ്ഞത്. അതൊരു പരീക്ഷണശാലയായിരുന്നു. അവിടെ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഈ ജാതി സെൻസസ് കാര്യമായ ഫലം കണ്ടില്ല. അപ്പോൾ പുതിയൊരു തന്ത്രം ആവിഷ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റോ കമ്മിറ്റി കഴിഞ്ഞിടെ ചേർന്നിരുന്നു കോൺഗ്രസിൻ്റെ. വീണ്ടും അതിൻ്റെ കൂടിയാലോചനകൾ വരികയാണ്. ഇന്ത്യ മുന്നണിക്ക് ഒരു പൊതു നയം ഉണ്ടാകണം. ആ പൊതു നയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാകണം. അപ്പോൾ ആ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് വെക്കേണ്ടത് എന്ന കാര്യങ്ങൾ സജീവമാവുകയാണ്. അതോടൊപ്പം തന്നെ സാഹിത്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ചെറിയ വാക്കും വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ MD വാസുദേവൻ നായരുടെ ഒരു പ്രതികരണം, അദ്ദേഹം എത്രയോ കാലം മുമ്പ് എഴുതിയ ഒരു ലേഖനം അദ്ദേഹം വീണ്ടും ഒരു ആവർത്തി വായിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ജനങ്ങളും അതേപോലെ കാണുന്നു. രാഷ്ട്രീയ ചർച്ചകളിൽ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പ്രധാന വിഷയമായി വരികയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എല്ലാ കോണുകളിലും. എനിക്ക് ചില കാര്യം കൂടി അറിയണം. മനു, ഒന്നിരുന്നോളൂ. മിഥുൻ, ഈ നമ്മൾ ദേശീയതല സാഹചര്യം പരിശോധിക്കുമ്പോൾ അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിനെ കുഴക്കിയിരുന്നൊരു വിഷയമാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. പൊതുവിൽ ഇന്ത്യ മുന്നണി, അതായത് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷികളുടെ നിലപാടിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. ഇതവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ? സൈത്ത്, ഞാൻ വിചാരിക്കുന്ന ഒരു പരിധിവരെ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഭാരത് ന്യായ് യാത്ര, അത് UP ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അവർ അതായിരിക്കാം മുന്നിൽ കാണുന്നത്. ഈ യാത്ര കടന്നു പോകുന്ന വേളയിൽ ഇക്കാര്യങ്ങളൊക്കെ താഴെത്തട്ടത്തിലുള്ള ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാകാം ഒരു പക്ഷേ AICC നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനം അവർ എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അയോധ്യ വിഷയം ചർച്ച ചെയ്തപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ആ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിന് നേരിടേണ്ടി വന്നിരുന്നു. ഏകദേശം 144ഓളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആകെ 6
സീറ്റുകൾ മാത്രമാണെന്ന് കോൺഗ്രസിനൊപ്പം നിന്നത്. ബാക്കി 138 എടുത്തും, അതായത് ഭരണത്തിലുണ്ടായിരുന്ന ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അടക്കം വലിയ രീതിയിലുള്ള തിരിച്ചടി. രാജസ്ഥാനിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായത്. അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിൽ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള BJPയുടെ വാഗ്ദാനം അവർ നടപ്പിലാക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അവിടെ പങ്കെടുക്കുന്നില്ല എന്നൊരു ചോദ്യം അതിൽ എടുത്തു പറയേണ്ടത് UP ഘടകം അവിടെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അവിടെ എന്തായാലും സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അവിടെ പങ്കെടുക്കണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അത് അവർ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാട്, അതായത് കേരള ഘടകത്തിനും ഒപ്പം തന്നെ ബംഗാൾ ഘടകത്തിനും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം മാത്രമാണ് എടുത്തത്. അത് വലിയ രീതിയിലുള്ള തിരിച്ചടി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഹിന്ദി ഹൃദയഭൂമി എന്ന് നമ്മൾ വിളിക്കുന്ന ആ പ്രദേശത്ത് തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനം തന്നെയാണ് അയോധ്യ വിഷയത്തെ കൈക്കൊണ്ടത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനു മുമ്പ് വലിയ തരംഗം ആഞ്ഞടിക്കുന്ന സമയത്ത്, അതായത് ഒരു അനുകൂല തരംഗം, എനിക്ക് തോന്നുന്നു 2019 മറ്റേ പുൽവാമ ആക്രമണത്തിന് മുമ്പ് വരെ ഒരു അനുകൂല തരംഗം കോൺഗ്രസിനുണ്ടായിരുന്നു. ഒരു പക്ഷേ വലിയ രീതിയിൽ ഇല്ല എങ്കിൽ പോലും തന്നെ ഒരു ഇത്രയും മൃഗീയമായ ഒരു തോൽവി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നീട് പുൽവാമ അറ്റാക്കൊക്കെ വന്നു. അതിൻ്റെ കാര്യത്തിൽ വീണ്ടും BJPക്ക് കൂടുതൽ മേൽക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇന്ത്യ മുന്നണി എന്ന വലിയൊരു മുന്നണി, പ്രതിപക്ഷ മുന്നണി രൂപപ്പെടുന്നു. അവരെ ഒക്കെ മുൻനിർത്തി സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊക്കെ കടന്നില്ല എങ്കിൽ പോലും തന്നെ അവരെയൊക്കെ മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളേണ്ടതാണ്. മുന്നണി മര്യാദ അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസിന്റെ ബാധ്യതയാണ്. പക്ഷേ അതിലെടുത്തു പറയേണ്ടത് 255 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഹിന്ദി ഹൃദയഭൂമിയിലാണ് പ്രധാനമായും അവർ മത്സരിക്കുന്നുള്ളത്. അവിടെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാതിരുന്നത് അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കും വലിയ രീതിയിലുള്ള തിരിച്ചടിയിലേക്കും അത് വഴിവെക്കുന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഈ ഭാരത് ന്യായ് യാത്രയിലൂടെ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായുള്ളത്. അശ്വിനി, ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ നഷ്ടപ്പെട്ടാലും പൊതുവിൽ ഇപ്പോൾ തങ്ങൾക്ക് ഒരു പ്രതീക്ഷയുള്ള ഇടങ്ങൾ, അത് കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, അങ്ങനെ ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ അവിടുത്തെ എങ്കിലും വിജയിച്ച് കയറാം. അങ്ങനെയാണ് ഈ അയോധ്യ പോലെയുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ് കൈക്കൊണ്ടത് എന്ന് നമുക്ക് വിശ്വസിക്കാനാവുമോ? അങ്ങനെ കരുതേണ്ടി വരും. വിശ്വസിക്കുക എന്നല്ല, നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇപ്പോൾ നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരിക്കലും കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു നിലപാട്, പ്രത്യേകിച്ച് അയോധ്യ പോലുള്ള ഒരു വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇത്ര നാളത്തെ നിലപാടുകൾ പലപ്പോഴും പരിശോധിച്ച് കഴിഞ്ഞാൽ മൃദു ഹിന്ദുത്വ സമീപനമാണ്. അതിപ്പം ഭാരത് ജോഡോ യാത്രയിലടക്കം ഉയർത്തി വന്ന അല്ലെങ്കിൽ ആ യാത്രയിലുടനീളം വന്ന ചിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അത് വളരെയധികം വ്യക്തമാവുകയും ചെയ്യും. കാരണം ദക്ഷിണേന്ത്യ വിട്ട് കഴിഞ്ഞിട്ട് ഉള്ള ഭാരത് ജോഡോ യാത്രയുടെ അടക്കം ചിത്രങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം നെറ്റിയിൽ സിന്ദൂരക്കുറിയും അടക്കം നർമ്മദ നദിയിലും അതുപോലെ തന്നെ ഗംഗയിലുമൊക്കെ ആരതി നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ അടക്കം ചിത്രങ്ങളൊക്കെ അന്ന് വളരെയധികം പ്രചാരം നേടുകയൊക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് ജയിക്കുമെന്ന് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഛത്തീസ്ഗഡ്. മധ്യപ്രദേശിലും വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര വലിയൊരു പരാജയം ഒരിക്കലും ഏറ്റുവാങ്ങുമെന്ന് കരുതിയില്ല. ഇത്തരത്തിൽ പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും അയോധ്യയിൽ ഇത്തരം ഈ ഒരു നിലപാട് കോൺഗ്രസ് കൈക്കൊണ്ടത് പലപ്പോഴും അതിശയിപ്പിക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ കോൺഗ്രസ് പല കാലങ്ങളിലും സ്വീകരിച്ചു പോകുന്ന നിലപാട് ഇത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് 1986 രാജീവ് ഗാന്ധി സർക്കാർ കൈക്കൊണ്ട നിലപാട്, അന്ന് ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ ബാബറി മസ്ജിദിന് അവിടെ ഈ പള്ളിയുടെ ഒരു വിവാദം ഉയർന്നു വന്ന സമയത്ത് അത് തുറന്നു കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് രാജീവ് ഗാന്ധി സർക്കാരായിരുന്നു. അതിനുശേഷം 91 നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്തും ഇത്തരത്തിൽ ക്ഷേത്രം അതിന് സമീപം പള്ളിക്ക് സമീപം പണിയുമെന്ന് പറഞ്ഞു. അതിനുശേഷം പള്ളി തകർക്കപ്പെടുന്നു. അപ്പോൾ പുതിയ പള്ളി നിർമ്മിച്ചു കൊടുക്കുമെന്നും പറയുന്നു. ഇങ്ങനെ പല കാലങ്ങളിലും പല നിലപാടുകളാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത് എന്നതും നമ്മൾ ഒരു കാര്യത്തിൽ ഒന്ന് ഓർക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിലപാട്, ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയുമ്പോൾ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയ പാർട്ടികളിൽ ആകെയും പോകുകയും എടുത്തു പറയും നിലപാട് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ 2 പാർട്ടികളേ ഉള്ളൂ. ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ SP അങ്ങനെ പരസ്യമായ നിലപാട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർ ഇതുവരെയും തീരുമാനം പറഞ്ഞിട്ടില്ല. കാരണം അഖിലേഷ് യാദവിന് ക്ഷണം ലഭിച്ചത് VHP നേതാവിൽ നിന്ന് മാത്രമാണ്, അല്ലാണ്ട് ക്ഷേത്രം ട്രസ്റ്റിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ക്ഷേത്രം ട്രസ്റ്റിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ പോകുകയുള്ളൂ എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഖിലേഷ് യാദവ് പങ്കെടുക്കുമോ ഇല്ലെന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവർ അർത്ഥം മുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അശ്വിനി, അതിനപ്പുറം ഈ വിഷയത്തിൽ ഇതിലും ഭദ്രമായൊരു തീരുമാനം കോൺഗ്രസിന് കൈക്കൊള്ളാൻ ആകുമായിരുന്നു. കാരണം കോൺഗ്രസിനെ അറിയാം, നമുക്ക് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ നിരവധി സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. മറ്റൊരു യുക്തമായ തീരുമാനം മറ്റെന്തായിരുന്നു എടുക്കേണ്ടത്?
ഇതിനൊരു വലിയ ചിത്രത്തിൽ കണ്ട് ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം കോൺഗ്രസ് പ്രധാനമായും പ്രതീക്ഷ വെച്ച് പുലർത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെയായിരിക്കും. കാരണം ഉത്തരേന്ത്യയിൽ ഇനി കാര്യമായ മാറ്റങ്ങൾ ഈ ഒരു വരുന്ന മാസങ്ങളിലൊന്നും സംഭവിക്കില്ല എന്ന കണക്കുകൂട്ടലിൽ തന്നെയാകണം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ വോട്ടുകൾ ഉറപ്പിക്കുക എന്നതായിരിക്കണം കോൺഗ്രസ് പയറ്റുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉള്ള സഖ്യ പാർട്ടികളിൽ കൂടുതലും ഉത്തരേന്ത്യൻ പാർട്ടികളാണ്. അപ്പം അവർക്ക് നേടാനുള്ള വോട്ടുകൾ അവർ നേടിക്കോട്ടെ. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടിയെടുക്കുക എന്നതാണ് അവർ പയറ്റുന്ന തന്ത്രമെന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും. ശരി മനു, ഒരു കാര്യം കൂടി, അതായത് പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ഉടനീളം യാത്ര ചെയ്യുകയാണ്. ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ് അടൽ സേതു പദ്ധതി. കേരളത്തിലേക്ക് വീണ്ടും അദ്ദേഹം വരുന്നു, രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ പോകുന്നു. എനിക്ക് തോന്നുന്നു 16 അദ്ദേഹം കേരളത്തിലേക്ക് വരുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്. ഇങ്ങനെ ഓടി നടന്ന് അദ്ദേഹം പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഇത് കൃത്യമായി BJP അജണ്ട കൃത്യമായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയാണോ? അല്ല, നമുക്കൊരു കാര്യം അറിയാം. ഈ തെരഞ്ഞെടുപ്പിലെ ക്രൗഡ് പുള്ളർ നരേന്ദ്രമോദിയാണ്. തെരഞ്ഞെടുപ്പ് മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഒരു ഹീറോ കോൺസെപ്റ്റിലാണ്. അത് കൃത്യമായി അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം കൂടിയുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ മുന്നിൽ ഒരു നേതാവില്ല, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ഒരു നേതാവില്ല. രാഹുൽ ഗാന്ധിയാണെന്നൊരു വിഭാഗം പറയുന്നു, അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയാകണമെന്ന് പറയുന്നു, നിതീഷ് കുമാർ ഞാൻ പ്രധാനമന്ത്രിയാകണമെന്ന് പറയുന്നു, അതേ സമാനമായ ആഗ്രഹങ്ങളുള്ള മറ്റാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ BJPക്ക് ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇതാണ് ഞങ്ങളുടെ നേതാവ്, ഇദ്ദേഹം ഒരു ഹീറോ ആണ് എന്ന, ഒരു നായകനാണ് എന്ന് കാണിക്കാൻ ആണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് മുന്നിൽ CPM ആകട്ടെ, നമ്മളൊരു ആശയത്തിന് വോട്ട് ചെയ്യണം, ഒരു കോമൺ നയത്തിന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ BJPക്കെതിരെ വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് BJPക്ക് ഇത് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന മോദിയെ ഫോക്കസ് ചെയ്യുന്നു. മോദി ആകട്ടെ അത് മോദിക്ക് ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്ന ഒരു പ്രഖ്യാപനവും അദ്ദേഹം എല്ലായിടത്തും നടന്നു. അപ്പം പ്രധാനമന്ത്രി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ മുന്നിൽ നിന്ന് നയിക്കുക എന്ന് കഴിഞ്ഞ് ചെങ്കോട്ടയിൽ അദ്ദേഹം പറഞ്ഞാണല്ലോ. അതിൻ്റെ ഫുൾ പ്രകടനം നമുക്ക് കാണാൻ കഴിയും. രാമക്ഷേത്രം അത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് തുല്യമായൊരു പരിപാടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയം. എന്തായാലും ഈ രാമക്ഷേത്രത്തിൻ്റെ ആ ചടങ്ങുകൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അത് പ്രതീക്ഷിക്കാൻ തോന്നുന്നു അല്ലേ? സ്വാഭാവികമായും അത് മാർച്ചിൽ ഉണ്ടാകും എന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് ഇത് കഴിയുമ്പോഴേക്കും ഫെബ്രുവരിയിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുണ്ടാകും. ബാക്കി ഇനി ഉദ്ഘാടന പരമ്പരകൾ ഉണ്ടാകും. സ്വാഭാവികമായും ഒരു വികസന നായകൻ എന്ന തരത്തിൽ പ്രധാനമന്ത്രി അവതരിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, വീണ്ടും നമുക്ക് കേരള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ മിഥുൻ, സംസ്ഥാനത്ത് കോൺഗ്രസ് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണക്കുകൾ ശേഖരിക്കാൻ തുടങ്ങി. കേരളത്തിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ 19 ഇടത്ത് വിജയിച്ചതാണ്. അത് ഒട്ടും കുറയാതെ നിലനിർത്തുക കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. BJPയെ സംബന്ധിച്ച് എങ്ങനെയും ഇവിടെ വിജയിച്ച് കയറിയാമുള്ളൂ. തൃശ്ശൂർ, തിരുവനന്തപുരം പോലുള്ള പ്രധാന ഫോക്കസ്ഡായ ഇടങ്ങളുണ്ട്. CPMന് നില മെച്ചപ്പെടുത്തിയേ കഴിയുള്ളൂ. കാരണം എല്ലാ തരത്തിലും സർക്കാരിനെതിരെ വിമർശനം ഉയരുമ്പോൾ അതല്ല എന്ന് തെളിയിക്കേണ്ടി വരും. ഈ ഒരു പോരാട്ടത്തിൽ സംസ്ഥാനത്തെ ഒരു പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ രാഹുൽ ഗാന്ധി എന്ന ഫാക്ടർ, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. അതായത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി മത്സരിക്കുമെന്നുള്ള കാര്യം ഇതുവരെ അങ്ങനെ ഒരു സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ല. വയനാട് തന്നെ രാഹുൽ ഗാന്ധി എത്തുമെങ്കിൽ അത് 2019 പോലെ തന്നെ വലിയൊരു ഫാക്ടർ ആയിരിക്കും. കാരണം ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു രീതി നമുക്ക് ഈ കേരളത്തിലേക്ക് നോക്കിക്കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും തന്നെ ഒരുക്കത്തിലൊക്കെ തന്നെ രണ്ട് മുന്നണികളും LDF ആയാലും UDF ആയാലും ഒരേ രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട്. അതിൽ പ്രധാനമായും 19 ഇടത്ത് മേൽക്കേ UDFനുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ള പല മണ്ഡലങ്ങളിലും ഇത്തവണ ഒരു ഈസി വാക്ക് ഓവർ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ട ചില മണ്ഡലങ്ങളുണ്ട്. അത് ആലത്തൂർ, ഒപ്പം തന്നെ പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ തന്നെ ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഞാൻ കാണുന്നില്ല. കാരണം ആലത്തൂരിലെ രമ്യ ഹരിദാസ് അടക്കമുള്ള MPമാരുടെ ആ ഒരു പ്രവർത്തനം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. MPയെ കാണാനില്ല എന്ന തരത്തിലുള്ള സൈബർ ഇടങ്ങളിലെ പോസ്റ്റുകളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും തന്നെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനം ആലത്തൂർ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആലത്തൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാൻ CPM നില മെച്ചപ്പെടുത്തുമോ, മുന്നണി നില മെച്ചപ്പെടുത്തും? തീർച്ചയായും അത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ തന്നെയുണ്ട്. കാരണം നമുക്കറിയാം 2021 ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും തന്നെ 2021 ഒരു പക്ഷേ കോൺഗ്രസ് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞുള്ള ഒരു സർക്കാരായിരുന്നു വരുന്നത്. പക്ഷേ എങ്കിൽ പോലും തന്നെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം നമ്മൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ച നമുക്ക് കാണേണ്ടി വരികയും ചെയ്തു. അത് ഈ ഒരു അടുത്തിടെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ സർക്കാരിൻ്റെ ആ യാത്ര, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ
പോയി ഇറങ്ങി നടത്തിയ ആ യാത്ര വലിയ രീതിയിൽ അവരുടെ ഇടങ്ങളിൽ അവർക്കത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർക്കാർ പരിപാടിയാണെങ്കിൽ ഇടതുമുന്നണി അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്. തീർച്ചയായും അത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം അവർ നടത്തിയതെന്ന് തന്നെയാണ്. അത് അവർക്ക് ഒരു പരിധിവരെ വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മണ്ഡലങ്ങളിലെ പുനഃക്രമീകരണങ്ങളിൽ തന്നെ അവർക്കൊരു മേൽക്ക് ഉണ്ടാകും നമ്മൾ പല കുറി കണ്ടിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും BJPക്ക് വലിയൊരു ത്രികോണ മത്സരമൊന്നും അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്താനൊന്നും BJP കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. CPI ആയാലും കോൺഗ്രസ് വലിയ വെല്ലുവിളി ഉയർത്തില്ലെന്നാണ്. തൃശ്ശൂരല്ല, ഞാൻ തിരുവനന്തപുരത്ത് വലിയ വെല്ലുവിളി ഉയർത്താൻ എന്തായാലും കോൺഗ്രസിന് എതിരെ ഒരു വെല്ലുവിളി ഉയർത്താൻ CPIക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന BJPക്കോ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഒരു ത്രികോണ മത്സരം എന്തായാലും ഉണ്ടാകാം. പക്ഷേ വിജയം ആർക്കൊപ്പം ഉള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. ശരി അശ്വിനി, ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നയപരിപാടികൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും അപ്പുറം ചില ഐക്കണുകൾ കേന്ദ്രീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ മുന്നേറുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ മനു മുമ്പ് സൂചിപ്പിച്ച പോലെ നരേന്ദ്രമോദിയാണ് BJPക്ക് ഐക്കണെങ്കിൽ, കേരളത്തിലേക്ക് വരുമ്പോൾ CPMനത് പിണറായി വിജയനാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി അത് ഉപയോഗപ്പെടുന്നുണ്ട്. മുമ്പ് VS അച്യുതാനന്ദൻ, അതിനുശേഷം പിണറായി വിജയൻ എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാം. പിണറായി വിജയൻ എന്ന ഐക്കൺ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരിക്കുമോ ഇത്? അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പ്രകടമാകുമെന്ന് അശ്വിനി കരുതുന്നുണ്ടോ? CPMനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇത്തരത്തിലൊരു നായകനെ ഉയർത്തിക്കാട്ടി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം EMS അല്ലെങ്കിൽ അതുപോലെ തന്നെ നയനാർ ഓരോ കാലത്തും ഓരോ പ്രമുഖരെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിത്വങ്ങളെ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് പറയേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരുണാകരൻ അല്ലെങ്കിൽ AK ആന്റണി, ഇപ്പം ഉമ്മൻചാണ്ടി വരെ നമുക്ക് അങ്ങനെ പറയാം. അതിനുശേഷം ആര് എന്നുള്ളൊരു വലിയൊരു ചോദ്യം കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന് അത്തരത്തിലൊരാളെ ഇപ്പോഴെന്നല്ല ഇനി അടുത്ത കാലത്ത് അങ്ങനെ ഉയർത്തിക്കാട്ടാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ LDFന് പ്രധാനമായിട്ടും ഭരണ നേട്ടങ്ങളിലേക്കാൾ ഉപരി ഈ ഒരു വ്യക്തിപ്രഭാവം തന്നെയായിരിക്കും അവർ മുന്നിൽ ഉയർത്തിക്കാട്ടുക എന്ന് നമുക്ക് പറയേണ്ടി വരും. ഭരണ നേട്ടങ്ങളെക്കാട്ടി കാരണം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ചില അല്ലെങ്കിൽ വാർത്തകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലും അതൊരു ഈ യാത്രയ്ക്ക് ഇടയിൽ പോലും ഉണ്ടായ സംഭവങ്ങൾ ഒരു നെഗറ്റീവ് പ്രതിച്ഛായ ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കത് തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, പ്രതിഷേധങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഒരു കരിങ്കൊടി വീശുന്നതിന് നേരെ ഉണ്ടായ പോലീസ് നടപടി അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ സൈബർ ഇടത്തിലടക്കം വളരെ അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജ് പിണറായി വിജയന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ നഷ്ടം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, അങ്ങനെ അശ്വിനി കരുതുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ നിലവിൽ LDFനാകെയുള്ള ഒരു ലോക്സഭ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അത് എത്ര ഉയർന്നാലും അത് നേട്ടമായി തന്നെ നമുക്ക് അതിനകത്ത് പറയേണ്ടി വരും. ഒരു കാര്യം കൂടി, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കും. തീർച്ചയായിട്ടും. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേശീയ നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതൊന്നുമല്ല കേരളത്തിൽ വിഷയമാകുന്നത്. കേരളത്തിലെ ഭരണം തന്നെയായിരിക്കും അവരുടെ വോട്ട് നിർണ്ണയിക്കുക എന്ന് നമുക്ക് പറയേണ്ടി വരും. യെസ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനു ഒരു കാര്യം കൂടി, ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങൾക്കൊപ്പം നമുക്ക് BJP തന്നെ പരിശോധിക്കാം. പിണറായി വിജയൻ എന്ന ഐക്കൺ, കോൺഗ്രസ് അവരുടെ ഒരുക്കങ്ങൾ, അതിനപ്പുറം BJP കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ ഒരു സീറ്റ് വിജയിക്കുമെന്ന് തോന്നിച്ച ഘട്ടങ്ങളുണ്ട്. പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിന് പല ഘടകങ്ങളുണ്ടാവാം. ഇത്തവണ പക്ഷേ മുൻപതിനേക്കാൾ അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്തുണ്ടോ? മനു അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായും വോട്ട് ഷെയർ വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മൾ ഒരു MLA പരാജയപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം BJP കേരളത്തിൽ മൊത്തത്തിൽ പരാജയപ്പെട്ടു എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം, ഇപ്പോൾ തലശ്ശേരി പോലുള്ള സ്ഥലത്ത് അവിടെ മുഖ്യ പ്രതിപക്ഷമായി വരാൻ BJPക്ക് അവിടുത്തെ നഗരസഭയിൽ കഴിയുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലത്ത് അസംഭവ്യം എന്ന് വിചാരിച്ചിരുന്നത് പാലക്കാട് നഗരസഭ തുടർച്ചയായി നിലനിർത്താൻ കഴിയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നേട്ടം BJPക്ക് ഉണ്ട്. അപ്പോൾ താഴെത്തട്ടിൽ ആളുകളുടെ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ താഴെത്തട്ടിലെ ജനപ്രതിനിധികളുടെ എണ്ണം പക്ഷേ BJPക്ക് ഉള്ള ഒരു പോരായ്മ ഈ വലിയ CPMനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഉള്ളതുപോലെ സംസ്ഥാന വ്യാപകമായി ഒരു ക്ലൗട്ടുള്ള നേതാക്കൾ ഉണ്ടോ എന്ന ചോദ്യം. ഇപ്പോൾ ശ്രീധരൻപിള്ള ഇവിടുന്ന് ഗവർണറായി പോയി, ഒരു കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി, ഇങ്ങനെ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ കഴിഞ്ഞാൽ അവരുടെ യുവജന നേതാക്കളായിക്കോട്ടെ ആ നിലയ്ക്ക് അവർക്ക് സംസ്ഥാന വ്യാപകമായി ആ നിലയിൽ ഉള്ള ഒരു പിന്തുണയുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചു കയറും എന്ന് പ്രതീക്ഷിച്ച ഒരു സാഹചര്യമുണ്ട്. കാരണം എല്ലാ അനുകൂല സാഹചര്യം, പ്രത്യേകിച്ച് ശബരിമലയാണ് പറയേണ്ടത്. പക്ഷേ അതിൻ്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആയി എന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്.
പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു ഘടകമൊന്നും പറയാൻ പറ്റുന്നതില്ല. അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഒരു സീറ്റെങ്കിലും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുള്ളത്? അല്ല, സ്വാഭാവികമായും ഒരു പാർട്ടി ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഞങ്ങൾ തോറ്റുപോകും എന്ന് പറയില്ല. സുരേന്ദ്രനായാലും 35 സീറ്റ് കിട്ടി ഞങ്ങളെ അധികാരം പിടിക്കുമെന്നാണല്ലോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമാണ് അത് ജയിക്കും എന്നൊക്കെ പറയും. പക്ഷേ കുറേ ഒരു വലിയൊരു പ്രശ്നം ബി ജെ പി ഇപ്പോഴും നേരിടുന്ന ഒരു വെല്ലുവിളി ഈ ജയം അവർക്ക് ഉറപ്പാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വോട്ടർ കഴിയാത്ത ഘട്ടത്തിൽ വോട്ടർമാർ അത് ക്രോസ് വോട്ടിങ്ങിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം, ബി ജെ പി ജയിക്കും എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ജയിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു ക്രോസ് വോട്ടിംഗ് പാറ്റേണും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും അതിജീവിക്കാൻ ബി ജെ പിക്ക് എങ്ങനെ കഴിയും എന്നുള്ളതാണ്. ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം അത് മറികടക്കും എന്ന് കരുതുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ ആയിട്ട് ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് വളരെ പ്രഗത്ഭനായ ഒരു ദേശീയ നേതാവിനെ കൊണ്ടുവന്നാൽ വിജയിക്കാൻ കഴിയുമോ എന്ന ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നു. അപ്പോൾ നിർമ്മല സീതാരാമൻ്റെ പേര് വരുന്നു, എസ് ജയശങ്കറുടെ പേര് വരുന്നു, അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ ഈ ബി ജെ പി ഒരുപക്ഷെ അവർ മത്സരിക്കുള്ളൂ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമായി ബി ജെ പിയും വലിയ തോതിൽ മുന്നിലുണ്ട് എന്നത് ഒരു ഘടകം അവർക്ക് വരുത്താൻ കഴിയും. അപ്പോൾ വോട്ട് ബേസ് വർദ്ധിക്കും എന്നത് ഉറപ്പാണ്. അത് വിജയത്തിലേക്ക് എത്രമാത്രം എത്തും എന്നത് കാത്തിരുന്ന്. ഒരു കാര്യം കൂടി മനു അവസാനിപ്പിക്കുന്നതിന് മുമ്പായി CPM ഇത്തവണ കഴിഞ്ഞ തവണത്തെ വൻ പരാജയത്തിന് ശേഷം തിരിച്ചുവരവുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇന്നലെ AK ബാലൻ പ്രധാനപ്പെട്ട CPM നേതാവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 5-ലധികം സീറ്റിലെ ഉറച്ച വിജയമാണ് അദ്ദേഹം പറയുന്നത്. അതിന് ചില മണ്ഡലങ്ങൾ അദ്ദേഹം പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട്. അത്തരമൊരു വിജയം CPM ഒരു തിരിച്ചുവരവ് ആ തരത്തിലെങ്കിലും ഉണ്ടാകുമെന്ന് മനു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് വിലയിരുത്തുന്നുണ്ടോ? അല്ല, CPM അങ്ങനെ തിരിച്ചു വരണമെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായി. BJP വിരുദ്ധ വികാരം മുതലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഒപ്പം ഈ ശബരിമല വിഷയങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഒരു BJP വിരുദ്ധ ഒരു ചേരിയെ കോൺഗ്രസിനൊപ്പം നിർത്താൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കഴിഞ്ഞു. അപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ അത് കോൺഗ്രസിന് എത്രമാത്രം കഴിയുമെന്നതാണ് ചോദ്യം. ഇവിടെ CPM ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ പരാജയം തൊട്ട് തന്നെ, ഇപ്പോൾ പാർലമെൻറ്റിലുണ്ടായ ആ വലിയ പരാജയത്തെ തൊട്ട് തന്നെ അതിൻ്റെ കാര്യം മനസ്സിലാക്കി, അത് ന്യൂനപക്ഷ വോട്ടുകൾ പിളർന്നു പോയതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ഒരു റെമഡി തുടങ്ങിയിട്ടുണ്ട്. അത് പാച്ചപ്പ് ചെയ്യാനുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് പൗരത്വ നിയമത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത്. രാമക്ഷേത്രം വരുമ്പോൾ ആദ്യം തന്നെ ഞങ്ങളില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ഇനി മതേതര ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുന്നിൽ വെക്കാൻ കഴിയും. അതായത് ഞങ്ങളാണ് BJPയെ എതിർക്കുന്നതിൽ കുറെ കൂടി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് എത്രമാത്രം സ്വീകാര്യത കിട്ടും എന്നതിനനുസരിച്ചായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു റിസൾട്ട്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അത് അനൗദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു. പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല എന്ന മുന്നണികളുടെ തീരുമാനം അത് ആ തരത്തിൽ തന്നെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നടക്കാൻ പോകുന്ന ഓരോ നീക്കങ്ങളിലും അത് പ്രകടമാവും തരും. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നിരവധിയുണ്ട്. സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലുണ്ട്. ഒപ്പം BJPയും ഇവിടെ പരീക്ഷിക്കപ്പെടും എന്നതാണ് സാഹചര്യം. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കുന്നത് ഇത്തരമൊരു വലിയ രാഷ്ട്രീയ യുദ്ധത്തിനാണ്. അന്തിച്ചർച്ച തുടരും. നന്ദി, നമസ്കാരം. ഗോവിന്ദൻ മാസ്റ്റർ